പറഞ്ഞ കാര്യങ്ങളെല്ലാം 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കിയതായി വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 5 വർഷങ്ങളിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളടങ്ങിയ ഇതാണ് മാറ്റം എന്ന പ്രകടന പത്രിക പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ 5 കൊല്ലക്കാലം 2021 ശേഷം വ്യത്യസ്ത ഇനങ്ങളിലായി 1279 കോടി രൂപ, 0.68 ഉണ്ട്, 1279 കോടി രൂപയുടെ വ്യത്യസ്ത നിലയിലുള്ള ഭരണാനുമതികൾ മേഖല തിരിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, മെഡിക്കൽ കോളേജും മെഡിക്കൽ വിദ്യാഭ്യാസവും 158.88 കോടി, വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രി 18.66 കോടി, ഉന്നത വിദ്യാഭ്യാസ രംഗം, ഉന്നത വിദ്യാഭ്യാസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നഴ്സിംഗ് കോളേജ്, ഡെന്റൽ കോളേജ്, അതുപോലെ തന്നെ ഇല ഉൾപ്പെടെയുള്ള 9.50 കോടി, പൊതുവിദ്യാഭ്യാസം 24 കോടി, ടൂറിസം 19.40, റോഡുകൾ 179.21 കോടി, കെട്ടിടങ്ങളും സർക്കാർ ഓഫീസുകളും 42.18 കോടി, പാലങ്ങൾ 44.16 കോടി, കൃഷി ജലസേചനം 65.68 കോടി, ആരോഗ്യ ശൃംഖല 14.57 കോടി, കുടിവെള്ളം 2.85 കോടി. കുടിവെള്ളത്തിൻ്റെ 2.85 കോടി എന്ന് പറയുമ്പോൾ ജലജീവൻ മിഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മണ്ഡലത്തിൽ 337.7 കോടി രൂപ ഇതിന് പുറമേയുണ്ട്. അത് ഈ 1279 ചേർത്തിട്ടില്ല, അത് വേറൊരു ഹെഡാക്കി എഴുതിയിരിക്കും. അംഗൻവാടികൾക്ക് 2.96 കോടി, കായിക രംഗം 12.87 കോടി, സാംസ്കാരികം 9.26 കോടി, വൈദ്യുതി 130.25 കോടി, ഹൈമാസ്റ്റ് മിനി മാസ്റ്റ് ലൈറ്റുകൾ, അതിൽ സ്റ്റേഡിയം മാസ്റ്റ് ലൈറ്റ് കൂടി വരും, 2 കോടി 2.88 കോടി, അംബേദ്കർ ഗ്രാമവികസനം 7 കോടി, MLA ആസ്തി വികസന പദ്ധതികൾ ഇതിനകത്ത് ഉൾപ്പെട്ടതുണ്ട്, അതിന് പുറമേയുള്ളതുണ്ട് 26.96 കോടി. ഇതിനു പുറമെ മെഡിക്കൽ കോളേജിൽ കിഫ്ബി പദ്ധതികളായ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കും അമ്മയും കുഞ്ഞും ബ്ലോക്കും 478.41 കോടി രൂപ 2021 FS ലഭിക്കുന്നത്. ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സ്പ്ലിറ്റപ്പാണ് ഇതിനകത്തുള്ളത്. സമാനതകളില്ലാത്ത വികസനത്തിലാണ് ഒരു ദശാബ്ദത്തിനിടയിൽ കേരളം സാക്ഷ്യം വഹിച്ചത്. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ സാമ്പത്തിക ഉപരോധങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അതിജീവിച്ചുകൊണ്ടാണ് ഈ നേട്ടങ്ങളെല്ലാം സാധ്യമായത്. മതനിരപേക്ഷ കേരളം രാജ്യത്തിന് മുന്നിലൊരു മാനവിക ബദൽ ഉയർത്തിപ്പിടിച്ചു. നവകേരളത്തിലേക്കുള്ള യാത്രയോട് മുഖം തിരിഞ്ഞു നിന്ന രാഷ്ട്രീയ നേതൃത്വം വടക്കാഞ്ചേരി മണ്ഡലത്തിലുണ്ടായിരുന്നു. ഈ വിടവിനെ മറികടന്നുകൊണ്ടുള്ള മുന്നേറ്റമാണ് നമ്മുടെ മണ്ഡലം കഴിഞ്ഞ 5 വർഷം കൊണ്ട് നേടിയെടുത്തത്. മുടങ്ങിക്കിടക്കുന്ന പദ്ധതികൾ ത്വരിതപ്പെടുത്താനും പുതിയ പദ്ധതികൾ രൂപപ്പെടുത്താനും നമുക്ക് സാധിച്ചു. കേരളത്തിൻ്റെ പുരോഗതിക്കൊപ്പം ഓടിയെത്തിയ ഈ 5 വർഷത്തെ ഇടപെടലുകളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ചെറിയ പരിച്ഛേദമാണ് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏറെയുണ്ട് പറയാൻ. നാടിൻ്റെ പുരോഗതി അത് നമുക്ക് മുന്നിലുണ്ടല്ലോ. നിയോജക മണ്ഡലത്തിലെ 5 വർഷത്തിനുള്ളിൽ 1279.68 കോടി രൂപയുടെ വികസനം സാധ്യമാക്കിയതായി MLA അറിയിച്ചു.
മെഡിക്കൽ കോളേജിൽ 188.88 കോടി രൂപയുടെയും ജില്ലാ ആശുപത്രിയിൽ 18.66 കോടിയുടെയും വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി. കോൾ കൃഷിക്കാരുടെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനും സാധിച്ചതായി MLA പറഞ്ഞു. വാഴാനിയിൽ 4 കോടി രൂപയുടെ കൺവെൻഷൻ സെന്ററും 6 കോടിയുടെ സംഗീത ജലധാരയും ടൂറിസം മേഖലയിലെ നേട്ടങ്ങളാണ്. വടക്കാഞ്ചേരിയുടെ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള ബൈപ്പാസിന്റെ സ്ഥലം ഏറ്റെടുത്ത് കല്ലിടുന്നതിനുള്ള അനുമതി ലഭിച്ചതായി MLA വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. LDF നേതാക്കളായ മേരി തോമസ്, PN സുരേന്ദ്രൻ, CT ഡേവിസ്, അഡ്വക്കേറ്റ് ജോഷി, MK പ്രകാശൻ, MR സോമനാരായണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ചേട്ടാ, വീടിന് പുറത്തെ ലൈറ്റ് ഒന്ന് ഓണാക്കുവോ? ഫുള്ളിരുട്ടാ. ദാ ഇപ്പം ഇടാം. വയ്യ, സ്ഥിരം ഈ രാത്രി പുറത്തു പോവാൻ. ചുരുങ്ങിയ ചെലവിൽ വീട്ടുമുറ്റത്തൊരു വിളക്ക്, വൈദ്യുതി വേണ്ട, ബാറ്ററി വേണ്ട, പൂർണ്ണമായും സോളാറിൽ പ്രവർത്തിക്കുന്ന ലൈറ്റുകൾ നിങ്ങളുടെ വീടുകളിലോ സ്ഥാപനങ്ങളിലോ എവിടെയായാലും സ്ഥാപിച്ചു കൊടുക്കുന്നു. ഹാർഡോൾ സോളാർ ലൈറ്റ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 9447132148. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.